ഇപ്പോൾ പോണ നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെ കാണാനാണ്. ഫ്രണ്ട്സ് എന്നല്ല, കുറേ പഴയ ഓർമ്മകളുള്ള, അതായത് 2003 എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത്. 2003 മുതലുള്ള നമ്മൾ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഏകദേശം 23 വർഷമായിട്ടുള്ള അതിൻ്റെയൊക്കെ മെയിൻ ആൾ. വരൂ 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 വാ. നമ്മൾ ഇതാണ് മോർണിംഗ്. അതായത് ഇല്ലേ വിൻറ്റേജ് ബൈക്കുകളില്ലേ, അതിങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിയാൽ എല്ലാവർക്കും എളുപ്പമാണ്. ആ സാധനത്തിന് വെച്ചുകൊണ്ട് നടക്കണമെങ്കിൽ ഒരു 10, നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് പോകുന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്റ്റാർട്ടാവില്ല. ക്ഷമയില്ലാത്തവനൊക്കെയാണ് അതെടുത്ത് വലിച്ചെറിയും. അതിന് നോക്കണം. പൈസ കൊണ്ടൊന്നും കാര്യമില്ല, പൈസ ഇല്ല. അതിന് വേണ്ടത് ഒരു കെയർ. നമ്മൾ ഈ പ്രായ ആൾക്കാരൊക്കെ നോക്കൂലേ. വരൂ, നമ്മുടെ മെയിൻ സാധനം, നമ്മളെ ഫസ്റ്റ് മുതൽ ഇതാണ്. ഇങ്ങ വാ. ഇത് KBF 6753 85-86 മോഡൽ. അതെ, ഇവനാണ് 250cc SD ക്ലാസിക്. ആകെയുള്ള പ്രശ്നം വെച്ചാൽ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും അല്ലേ. പണ്ടൊക്കെ പോയിന്റ്സ് വണ്ടിയാകുമ്പോ പോയിന്റ്സിന്റെ ക്യാമൊക്കെ തേഞ്ഞ് വരാൻ നേരത്ത്, ചെറിയ ഷെയ്ക്ക് വരാൻ നേരത്ത്, ടൈമിങ് ഔട്ട് ആകുമ്പോഴാണ് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. ഈ ബൈക്കിന്റെ കഥ എങ്ങനെയാണെന്നറിയാം. ഇത് 2003 എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് എനിക്കൊരു കൂട്ടുകാരുണ്ട്, കുവൈറ്റിലാണ്, അധോലോകം സനു. അവന് ഞാനും കൂടി 1250 അങ്ങനെ മൊത്തം 2500 ഷെയർ ഇട്ടിട്ട് വാങ്ങിക്കണേ. ഇതിനെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇത് ഇവിടെ ബാർ ഹാൻഡിലായിരുന്നു. അതിൻ്റെ ഹെഡ്ലൈറ്റും ഇതിൻ്റെ ഒറിജിനലല്ലല്ലോ. ഒറിജിനൽ ഹെഡ്ലൈറ്റ് സ്കള്ള് പോലെ എന്തോ വരുന്നതായിരുന്നു. അതൊക്കെ മാറ്റി ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രിപ്പ് അടിക്കണേ. ഫുള്ള് പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ പുലിന്ന് അതിനെ വിളിച്ചു. അടിച്ച് കറങ്ങി ട്രിപ്പൊക്കെ അടിച്ച് തിരിച്ചു വന്നിട്ട് സനു ഇങ്ങനെ ഇത് തുറന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇതിന്റെ പേര് പുലിന്നല്ലേട്ടാ, പോത്തുന്നാണെന്ന്. എന്താ അറിയോ, പുള്ളങ്ങ തീർന്ന് അത് ഞങ്ങൾ ഫുൾ ത്രോട്ട് കൊടുത്ത് 100 അടിച്ച് ഇങ്ങനെ വിറച്ചൊക്കെ പോയത്. അപ്പം നല്ലോണം കുടിക്കും അല്ലേ. പിന്നെ സരിതയിലൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിഞ്ഞാൽ നമ്മൾ പോരുള്ളൂ. കാരണം ഇത് സ്റ്റാർട്ടാവില്ല, മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ. എന്നിട്ട് 2 പേരായിട്ട് പോകുള്ളൂ. ഒരാൾ തള്ളി ഒന്ന് സ്റ്റാർട്ടായി കിട്ടിയ രക്ഷപ്പെട്ട്. അങ്ങനെ പിന്നെ ബൾബ് കറക്റ്റ് അല്ലായിരുന്നു. ബൾബ് എപ്പോഴും ഇങ്ങനെ ഈ മണ്ണെണ്ണ വിളക്ക് പോലെ ഇങ്ങനെ കത്തും. അതൊക്കെ അതിന്റെ സംഗതി. പക്ഷേ വെറൈറ്റി എന്ന് പറയുന്നത് കിക്കറൊക്കെ അല്ലേ. ഇപ്പോഴും സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാ. ഞാനത് ഇലക്ട്രോണിക് കൺവേർട്ട് ചെയ്തു. വേറൊരു പോയിന്റ് ഉണ്ട് കേട്ടാ. ഇതത് കഴിഞ്ഞ് തീർന്ന് ബൈക്ക് മയ്യത്തായി. ബൈക്ക് ആകെ ടാങ്കും എനിക്കിത് കിട്ടാൻ നേരത്തെ തുരുമ്പ് സ്ക്രാപ്പ് കണ്ടീഷനിലായിരുന്നു. അതായത് നമ്മൾ വേറൊരു ഫ്രണ്ടിനെ ഏൽപ്പിച്ചായിരുന്നു. അത് ഈ സാധനത്തിന്റെ ഇത് ഓൾറെഡി മരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പോയല്ലോ.